നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനൽ പെരുന്തോട്ടത്ത്. ഡിസംബർ മാസത്തെ മറ്റൊരു IPO വിശേഷം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ മിഷൻ അത് വൺ മൊബിക്വിക്ക് സിസ്റ്റംസ് എന്ന് പറയുന്ന കമ്പനിയുടെ വിശേഷമാണ്. ഇത് 2008 ഗുരുഗ്രാമിൽ രൂപം കൊണ്ട ഒരു കമ്പനിയാണ്. ഇതൊരു ഫിൻടെക് കമ്പനിയാണ്. അതായത് ഡിജിറ്റൽ വാലറ്റാണ്, ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ളൊരു കമ്പനിയാണ് വൺ മൊബിക്വിക്ക് എന്ന് പറയുന്നത്. വൺ മൊബിക്വിക്ക് സിസ്റ്റംസ് എന്നാണ് കമ്പനിയുടെ ഫുൾ നെയിം. ഈ കമ്പനി 2022 മുതൽ 24 വരെ ഉള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ അവരുടെ ആ പേയ്മെൻറ്റ് GMV അല്ലെങ്കിൽ അവരുടെ വിറ്റുവരവ് ഒരു 45.88% ആണ് അവരുടെ ആനുവൽ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ. മാത്രമല്ല അവരുടെ മൊബിക്വിക്ക് സിപ്പ് എന്ന് പറയുന്ന ZIP എന്ന് പറയുന്ന അതൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ പോലത്തെ ഒരു സൗകര്യം നൽകുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു ആപ്പാണ്. അതുവഴി അവരുടെ ആനുവൽ ഗ്രോത്ത് റേറ്റ് 112.16% ആണ്. അതായത് ഏകദേശം 1 ലക്ഷത്തോളം സ്വിഗ്ഗി, സൊമാറ്റോ, മിന്ത്ര, ഫാർമസി അങ്ങനെയൊക്കെയുള്ള വലിയ ബ്രാൻഡുകളുടെ 1 ലക്ഷത്തോളം വലിയ ബ്രാൻഡുകളുടെ ഷോപ്പിംഗ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി മൊബിക്വിക്ക് സിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ IPO നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസംബർ 11 മുതൽ 13 വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. 572 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത അത് മുഴുവനായിട്ടും ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെയാണ് കമ്പനി സ്വരൂപിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ വൺ മൊബിക്വിക്ക് സിസ്റ്റംസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ IPO വിശേഷത്തിലേക്ക് ഒന്ന് കിടക്കാം. കമ്പനി പല റേഞ്ചിലുള്ള പേയ്മെൻറ്റ് സർവീസസ് നൽകുന്നുണ്ട്. അതായത് ഉദാഹരണത്തിന് നമ്മളുടെ ബില്ലുകൾ അടയ്ക്കുന്നതിന് ഇലക്ട്രിസിറ്റി ചാർജ് അങ്ങനെയൊക്കെയുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടയ്ക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പർച്ചേസുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും പെട്രോൾ അടിക്കാനും എല്ലാം ഈ സംവിധാനം ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മണി ട്രാൻസ്ഫർ, ഫോൺ ടു ഫോൺ, UPI ID ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ വഴി തന്നെ നമുക്ക് നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പിന്നെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് UPI വഴി, റൂപേ ഒക്കെ വഴിയായിട്ടുള്ള പേയ്മെൻറ്റിന് ഈ സംവിധാനം സഹായിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 16 കോടിയിലധികം കസ്റ്റമേഴ്സും 4.26 ദശലക്ഷം വ്യാപാരികളും മൊബിക്വിക്കിൻ്റെ ഉപഭോക്താക്കളായിട്ട് വരുന്നുണ്ട്. അത് കൂടി വരികയാണ്. കാരണം ഓരോ വർഷവും ഇവരുടെ ഉപഭോക്താക്കൾ കൂടി വരുന്നു എന്നുള്ളത് കാരണം പുതിയ മേഖലകളിലേക്ക്, അതായത് ഡിജിറ്റൽ ക്രെഡിറ്റ് മേഖലകളിലേക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും, അതുമാത്രമല്ല പുതുതായിട്ട് ഇൻഷുറൻസ് മേഖലയിലേക്കും, ഓൺലൈനായിട്ടുള്ള ഇൻഷുറൻസ് മേഖലയിലേക്കും മൊബിക്വിക്ക് കടക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഉദാഹരണമാണ്. നമ്മുടെ രാജ്യത്തെ മിഡിൽ ഇൻകം ഗ്രൂപ്പിനിടയിലുള്ള ഫിനാൻഷ്യൽ അവെയർനെസ് വർദ്ധിക്കുന്നത് കമ്പനിയുടെ CAGR വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. മാത്രമല്ല വലിയ സ്റ്റോറുകൾ, അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോർ, ആപ്പിൾ ആപ്പ് സ്റ്റോർ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ ഈ മൊബിക്വിക്കിൻ്റെ ആപ്പിന് നല്ല റേറ്റിംഗ് കിട്ടുന്നുണ്ട്. അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ 4.4 ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ 4.6 ഇവർക്ക് കിട്ടിയിട്ടുള്ള റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇവർക്ക് കമ്പനിക്ക് 2213 എംപ്ലോയീസാണ് ഈ വർഷത്തെ കണക്ക് വെച്ച് ഉള്ളത്. അതിൽ 726 പേരും പെർമനൻ്റ് എംപ്ലോയീസാണ്, ബാക്കിയുള്ളവർ കോൺട്രാക്ട് ബേസിലുള്ളവരുമാണ്. ഇനി വൺ മൊബിക്വിക്ക് സിസ്റ്റംസിൻ്റെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ബിപിൻ പ്രീത് സിംഗ്, അദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ, പിന്നെ MDയും CEOയും അദ്ദേഹം തന്നെയാണ്, ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി. പിന്നെ ഉപാസന രൂപ്കിഷൻ ഠാക്കൂർ, കോഷർ ഫാമിലി ട്രസ്റ്റ്, നരീന്ദർ സിംഗ് ഫാമിലി ട്രസ്റ്റ്, ഇത്രയും പേരാണ് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. 32.96% ഓഹരികളും ഇഷ്യൂവിന് മുമ്പ് ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശമാണ്. ഇഷ്യൂ കഴിയുമ്പോൾ അത് 25.18% ആയിട്ട് വീണ്ടും കുറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇവർ ഈ 572 കോടി രൂപ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നുണ്ടല്ലോ, അതെല്ലാം ഫ്രഷ് ഓഹരികളുടെ സെല്ലിങ്ങിലൂടെയാണ്. അപ്പോൾ അത് കമ്പനിയിലേക്ക് വരുന്ന ആ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കുന്നു കമ്പനി എന്ന്
നോക്കുകയാണെങ്കിൽ അവർ പ്രധാനമായിട്ട് ഫിനാൻഷ്യൽ സർവീസസ് ബിസിനസ്സിലേക്ക് ഒരു 150 കോടി രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് സർവീസസ് ബിസിനസ്സിലേക്ക് സിപ്പ് ബിസിനസ്സിലേക്ക് അതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടൊരു 135 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെഷീൻ ലേണിങ്ങിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെയൊക്കെ ആ പ്രോഡക്റ്റും ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 107 കോടി രൂപ ആ ഒരു ബിസിനസ്സിൽ ആ ഒരു ബ്രാഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അത് കൂടാതെ പിന്നെ പേയ്മെൻറ്റ് ഡിവൈസസ് ബിസിനസ്സിലേക്ക് ഒരു 70.29 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള എമൗണ്ട് അവരുടെ ജനറലായിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കും എന്നാണ് അവരുടെ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റ് പ്രധാന പോയിന്റ്സ് നോക്കാം. EPS 1.77 ആണ്, PE 157.63, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 8.66%, NAV 28.43 എന്നിങ്ങനെയാണ് കാണുന്നത്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 2023 561.12 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എങ്കിൽ 2024 890.32 കോടി രൂപയായിട്ട് അത് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ നെറ്റ് ഇൻകം നോക്കൂ. നെറ്റ് ഇൻകത്തിൽ 2022 മുതൽ നെഗറ്റീവാണ് നെറ്റ് ഇൻകം, അല്ലെങ്കിൽ നഷ്ടമാണ്. 128.16 കോടി രൂപയുടെ ലോസാണ് 2022 കാണുന്നത്. അത് അടുത്ത വർഷമായപ്പോൾ 2023 ആയപ്പോഴത്തേക്ക് ലോസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും 83 കോടിയിലധികം രൂപയാണ് നഷ്ടം കാണിക്കുന്നത്. 2024 ആയപ്പോഴത്തേക്ക് ആ നഷ്ടം കവർ ചെയ്ത് പോസിറ്റീവിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് 14.08 കോടി രൂപയുടെ ലാഭം കമ്പനിക്ക് ശരിക്കുമുള്ള നെറ്റ് ഇൻകം തന്നെ കാണിക്കുന്നുണ്ട്. അത് അടുത്ത വർഷം, അതായത് 2025 ധനകാര്യ വർഷത്തിലെ ആദ്യ ക്വാർട്ടറിൽ വീണ്ടും നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു റവന്യൂവിൽ 2023 നിന്ന് 24 വരുമ്പോഴത്തേക്ക് 59% ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ 2023 നിന്ന് 24 വരുമ്പോൾ നെറ്റ് ഇൻകം പൊതുവേ കഴിഞ്ഞ ഈ കണക്ക് കാണിച്ചിട്ടുള്ള വർഷങ്ങളിൽ അധികവും ലോസ് ആയിരുന്നെങ്കിലും 2023 നിന്ന് 24 വരുമ്പോൾ ഒരു 117% വർധനവാണ് അതിലുണ്ടായിട്ടുള്ളത് എന്നുള്ളതൊരു വളരെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. നമുക്കിനി ഇതിൻ്റെ പിയർ കമ്പനികളിൽ നോക്കുകയാണെങ്കിൽ 197 കമ്മ്യൂണിക്കേഷൻസ് കമ്പനിയെക്കുറിച്ച് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു സംശയം തോന്നാമെങ്കിലും നമ്മുടെ പേടിഎം എന്നുള്ള കമ്പനിയാണത്. അഫിം ഹോൾഡിങ്സ്, പിന്നെ പേപാൽ ഹോൾഡിങ്സ്, ഇതെല്ലാമാണ് ഇതിൻ്റെ ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികൾ. ഇനി വൺ മൊബിക്വിക്ക് സിസ്റ്റംസിൻ്റെ IPO വിശേഷം ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഡിസംബർ 11 മുതൽ 13 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 265 രൂപ മുതൽ 279 രൂപ വരെയാണ്. എല്ലാം ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെയാണ് സ്വരൂപിക്കുന്നത്. ടോട്ടൽ IPO സൈസ് പറയുമ്പോൾ അപ്പോൾ 572 കോടി രൂപയാണ്. ഇത് മിനിമം അപ്ലൈ ചെയ്യേണ്ടത് റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 53 ഓഹരികളാണ്. അപ്പോൾ അങ്ങനെ അവർക്കൊരു 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. HNIസിനാണെങ്കിൽ 68 ലോട്ട് വരെ പോകാം. ഇനി ഫേസ് വാല്യൂ നോക്കുകയാണെങ്കിൽ 2 രൂപയേ ഉള്ളൂ. 2 രൂപയുടെ ഓഹരിക്കാണ് 279 രൂപ അപ്പർ ബാൻഡായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഏണിങ്സ് കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ അഗ്രസീവ്ലി പ്രൈസ്ഡ് ആണ് ഈ ഇഷ്യൂ എന്ന് പറയേണ്ടി വരും. ഇത് കഴിഞ്ഞ ഈ അക്കൗണ്ടിങ് പീരീഡ്, കഴിഞ്ഞ 3 അക്കൗണ്ടിങ് പീരീഡ്സ് നോക്കുകയാണെങ്കിൽ അതിൽ 2 വർഷവും ലോസ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ 10% മാത്രമേ റീറ്റെയിലേഴ്സിന് അലോട്ട് ചെയ്തിട്ടുള്ളൂ. 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അല്ലെങ്കിൽ HNIസിനുമാണ് കമ്പനി അലോട്ട് ചെയ്യുന്നത്. ഡിസംബർ 16 ആയിരിക്കും ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. ഇനി NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യും. അത് മിക്കവാറും ഡിസംബർ 18 ആയിരിക്കും. വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്നവരോട് പറയാനുള്ളത് ഇതിൻ്റെ അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സിനെ നോക്കാം. ഡാം ക്യാപിറ്റലും പിന്നെ SBI ക്യാപിറ്റൽ മാർക്കറ്റുമാണ് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ്. പിന്നെ രജിസ്ട്രാർ നോക്കുകയാണെങ്കിൽ ലിങ്കൻ ടൈം ഇന്ത്യയുമാണ്. അപ്പോൾ ഇനി കമ്പനിയുടെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഇത് അഗ്രസീവ്ലി പ്രൈസ്ഡ് ആണ് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, കമ്പനി ഒരു ഓൺലൈൻ ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ് ആവാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ പല പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡുകളും അതുപോലെ തന്നെ ഇൻഷുറൻസിലേക്കും എല്ലാം കടക്കാനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ 2025 വരുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ ഒരു ലോസ് കാണിക്കുന്നുണ്ട് കമ്പനിക്ക്. അതിൻ്റെ നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ ഒരു ലോസ് ആയിട്ടാണ് കാണുന്നത്. 6.6 കോടി രൂപയുടെ ലോസ് വരുന്നിരിക്കുന്നത്. ഒരു പ്രീ ഫണ്ടിങ്
കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നാണ് അവരുടെ ഡ്രാഫ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കമ്പനി ഒരു കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാക്ക് ചെയ്യുന്ന രീതിയിൽ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ആലോചനയിലുമാണ്. അങ്ങനെയാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് താല്പര്യമുള്ള ആളുകൾ മാത്രം കുറച്ച് ഫണ്ട് വേണമെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച്, ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ച് അത്ര നിർബന്ധമുള്ള കാര്യമല്ല ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഇനി എപ്പോഴും പറയുന്ന പോലെ തന്നെ മൊബിക്വിക് സിസ്റ്റംസ് ലിമിറ്റഡിൻ്റെ IPO നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റുകൾ ഇടാനും നിങ്ങൾ വീഡിയോ എല്ലാ രീതിയിലും എൻകറേജ് ചെയ്യുക. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഒട്ടം തന്നെ കാണേണ്ടതുണ്ട്. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.